നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിക്കുന്നവരാണല്ലേ. അവരുടെ കളിയും ചിരിയും കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. കുട്ടികളുടെ മുഖമൊന്ന് വാടിയാൽ, അവരൊന്ന് സങ്കടപ്പെട്ടാൽ അതിൻ്റെ കാരണം എന്താണെന്ന് അച്ഛനമ്മമാർക്ക് മനസ്സിലാകും. എന്നാൽ എറണാകുളം തിരുവാങ്കുളത്തെ 3.5 വയസ്സുകാരി 1.5 വർഷത്തോളം പീഡനത്തിനിരയായത് അമ്മ അറിഞ്ഞില്ലെന്ന് പോലും. ആ കുരുന്നു നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞപ്പോൾ ആ യുവതിക്ക് ഒരു നിസ്സംഗത മാത്രമായിരുന്നു. 10ലേറെ തവണ പീഡിപ്പിക്കപ്പെട്ടിട്ടും സ്വകാര്യ ഭാഗത്ത് മുറിവുകളേറ്റിട്ടും അമ്മ അറിഞ്ഞില്ലെന്നും കണ്ടില്ലെന്നും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമോ? അതോ പ്രതി എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിൻ്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. ആ കേസാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. ആലുവ മൂഴിക്കുളത്ത് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? കുഞ്ഞ് 1.5 വർഷത്തോളം പീഡനത്തിനിരയായ വിവരം അറിഞ്ഞിരുന്നില്ലെന്ന യുവതിയുടെ മൊഴി വിശ്വസനീയമാണോ? ഭർത്താവും വീട്ടുകാരും തന്നെ ഒറ്റപ്പെടുത്തിയതാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മൂഴിക്കുളം പാലത്തിലെത്തിച്ച് പോലീസ് യുവതിയുമായി തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ പ്രതിയുടെ മുഖം കാണിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ബഹളം വയ്ക്കുകയും രോഷപ്രകടനം നടത്തുകയും ചെയ്തു. അതേസമയം 3.5 വയസ്സുകാരിയെ അമ്മ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതിയെ മൂഴിക്കുളം പാലത്തിലെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ വെച്ചായിരുന്നു അമ്മ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞത്. ജനരോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയുടെ മുഖം മറച്ചതിനെതിരെ അടക്കം തെളിവെടുപ്പിനിടെ നാട്ടുകാർ രോഷപ്രകടനം നടത്തി. 10 മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടത്. കുട്ടിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ നാട്ടുകാരടക്കം 100ഓളം പേരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് കുട്ടിയെ കൊണ്ടുപോയ അംഗൻവാടി, ആലുവ, മണപ്പുറം എന്നിവിടങ്ങളിലെത്തിച്ചും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഇവിടെയും കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കുട്ടി ലൈംഗിക പീഡനത്തിനിരയായ കാര്യം അറിയില്ലെന്നാണ് ഇവരുടെ മൊഴി. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലിനിടെയാണ് കുട്ടി നിരന്തരം പീഡനത്തിനിരയായിരുന്നു എന്ന വിവരം അമ്മയെ പോലീസ് അറിയിച്ചത്. നിസ്സംഗതയോടെയാണ് ഇക്കാര്യം അമ്മ കേട്ടിരുന്നത്. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഭർത്താവും വീട്ടുകാരും മക്കളും തന്നെ ഒറ്റപ്പെടുത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമായെന്ന് ഇവർ മൊഴി നൽകിയതായാണ് സൂചന. എന്നാൽ പോലീസ് ഈ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. യുവതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദവും പോലീസ് തള്ളി. തുടക്കം മുതൽ മൊഴി മാറ്റി പറയുന്ന രീതി പ്രതിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള അമ്മയുടെ ചോദ്യം ചെയ്യൽ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ് നടക്കുന്നത്. 3.5 വയസ്സുകാരിയെ അമ്മ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കേസ് അന്വേഷിക്കാൻ 22-അംഗ സ്പെഷ്യൽ സംഘത്തെ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത നിയോഗിച്ചു. 3.5 വയസ്സുകാരി നേരിട്ടത് ക്രൂരമായ ലൈംഗിക പീഡനങ്ങളായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കളുടെ വഴക്ക് മുതലെടുത്താണ് അച്ഛന്റെ ബന്ധുവായ യുവാവ് കുട്ടിയെ ചൂഷണത്തിനിരയാക്കിയിരുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. തന്നോടുള്ള അടുപ്പം മുതലാക്കി കുട്ടിയെ വീട്ടിൽ വെച്ച് നിരന്തരം ചൂഷണം ചെയ്തിരുന്നതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു. കൊല്ലപ്പെടുന്ന ദിവസം രാവിലെയും ഉപദ്രവം നേരിട്ടതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാളുടെ ഫോണിൽ നിന്ന് നിരവധി അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴും ബന്ധുക്കളടക്കം പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെ അന്ന് രാത്രി തന്നെ പിതാവിന്റെ അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തു. വീട്ടിലെ സ്ത്രീകളുടെ മൊഴിയും രേഖപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ പ്രതിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തുടർന്ന് 21-ന് മറ്റ് 2 ബന്ധുക്കൾക്കൊപ്പം വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ കുറ്റം നിഷേധിച്ച ഇയാൾ വിശദമായ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയായിരുന്നു.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പീഡനത്തിനിരയായ വിവരം സ്ഥിരീകരിച്ചത്. കൊല്ലപ്പെടുന്നതിന് തലേ ദിവസവും കുട്ടി പീഡനത്തിനിരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. തുടർച്ചയായുള്ള പീഡനത്തെ തുടർന്ന് കുട്ടിയുടെ ആന്തരിക അവയവത്തിൽ പരിക്കുകൾ കണ്ടെത്തിയിരുന്നു. ചൊവ്വാഴ്ച കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുക്കുകയും പൊട്ടിക്കരയുകയും ചെയ്ത യുവാവ് കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നെന്ന വാർത്ത വിശ്വസിക്കാൻ പോലും കഴിയാതെ ഞെട്ടലിലാണ് നാട്ടുകാർ. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി. പ്രണയപ്പകയിൽ 17-കാരിയെ ചുട്ടെരിച്ച് കൊന്ന കേസ് പത്തനംതിട്ട കടമനിട്ട എന്ന ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ചതാണ്. 2017 ജൂലൈയിലാണ് ഒപ്പം വരാൻ വിസമ്മതിച്ചതിന് കടമനിട്ട സ്വദേശിനി ശാരികയെ അയൽവാസി സജിൽ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ 8 വർഷങ്ങൾക്ക് ശേഷം പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പെൺകുട്ടിയുടെ മരണമൊഴിയും പ്രതിക്ക് ശരീരത്തിലേറ്റ പൊള്ളലുമാണ് കേസിൽ നിർണായകമായത്. നാടിനെ നടുക്കിയ കേസിൽ പ്രതി സജിലിനുള്ള ശിക്ഷ എന്തായിരിക്കും? പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്കുള്ള ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. ജൂലൈ 14 വൈകിട്ടാണ് നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം നടന്നത്. ഒപ്പം വരണമെന്ന ആവശ്യം നിരാകരിച്ചതിനെ തുടർന്നാണ് ശാരികയെ പ്രതി സജിൻ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ശാരികയെ ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സ നൽകാനായി ഹെലികോപ്റ്റർ മാർഗം കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കെ ജൂലൈ 22-ന് ശാരിക മരിച്ചു. പെൺകുട്ടിയുടെ മരണമൊഴിയും പ്രതിക്ക് ശരീരത്തിലേറ്റ പൊള്ളലും പ്രധാന തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു. ബന്ധുക്കൾ നൽകിയ മൊഴിയും കേസിൽ വഴിത്തിരിവായി. പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പത്തനംതിട്ട. പെൺകുട്ടികൾ അതീവ ജാഗ്രത പുലർത്തേണ്ട കാലമാണിത്. അയൽവാസികളുടെയും ബന്ധുക്കളുടെയും കൂടെ തനിച്ച് ബൈക്കിലും കാറിലും ഒക്കെ പോകേണ്ട സാഹചര്യമുണ്ടായാൽ ശ്രദ്ധിക്കണം കേട്ടോ. 2 വർഷം മുൻപ് കണ്ണൂരിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 16-കാരി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അയൽവാസിയായ യുവാവ് ബൈക്കിലെത്തിയത്. എളുപ്പം വീട്ടിലെത്താമല്ലോ എന്ന് കരുതി അവൾ അയാളുടെ ബൈക്കിൽ കയറി. എന്നാൽ ആളില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ യുവാവ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. 2023 നടന്ന കേസിൽ മഞ്ചപ്പറമ്പ് സ്വദേശി അക്ഷയ് ബാബുവിന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 18 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിക്കണമെന്നാണ് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതിയുടെ വിധി. മെയ് മാസത്തിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. മാർട്ടിൻ മഞ്ചപ്പറമ്പ് ഏറ്റുകുടുക്കയിലെ സി അക്ഷയ് ബാബു എന്ന അച്ചുവാണ് 16-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയെ ബലമായി ബൈക്കിൽ കയറ്റി ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. മെയിലും ജൂലൈയിലും പെൺകുട്ടിയെ ഇയാൾ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി. പീഡന വിവരം പുറത്തു പറയരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയും പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ പെരിങ്ങോം ഇൻസ്പെക്ടർ പി സുഭാഷ്, SI NP രാഘവൻ എന്നിവരാണ് കേസ് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. 4 വകുപ്പുകളിലായി 18 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയുമാണ് പ്രതിക്ക് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി R രാജേഷ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷെറിൻ മോൾ ജോസ് ഹാജരായി. ന്യൂസ് 18 കണ്ണൂർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും പോക്സോ വകുപ്പ് ചുമത്തുമെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ ആ അതിജീവിതയെ പ്രായപൂർത്തിയായ ശേഷം പ്രതി വിവാഹം കഴിച്ചാൽ കുറ്റം ഒഴിവാക്കപ്പെടുമോ? പോക്സോ കേസിൽ സുപ്രീം കോടതി ഒരു അസാധാരണ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. ബംഗാൾ സ്വദേശിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കി. കൗമാരക്കാലത്തെ ലൈംഗിക ബന്ധത്തെ അതിജീവിത കുറ്റകൃത്യമായി കാണാത്തതും അതിജീവിത പ്രതിയെ വിവാഹം കഴിച്ച് കുടുംബമായി കഴിയുന്നതും കണക്കിലെടുത്താണ് ശിക്ഷ ഒഴിവാക്കിയത്.
ക്ലാസ്സിലായിരുന്ന കൗമാരക്കാരിയുമായി ലൈംഗിക ബന്ധമുണ്ടായ സാഹചര്യത്തിലാണ് 24-കാരനെതിരെ പോക്സോ കേസെടുത്തത്. കേസിൽ ബംഗാളിലെ വിചാരണ കോടതി യുവാവിന് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ഇതിനിടെ അതിജീവിതയ്ക്ക് പ്രായപൂർത്തിയായപ്പോൾ യുവാവ് അതിജീവിതയെ വിവാഹം കഴിച്ചു. തുടർന്ന് കൊൽക്കത്ത ഹൈക്കോടതി യുവാവിന്റെ ശിക്ഷ റദ്ദാക്കി. കൗമാരക്കാരികൾ ലൈംഗിക തൃഷ്ണ നിയന്ത്രിക്കണമെന്ന വിവാദ പരാമർശവും നടത്തി. ഇതിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീംകോടതി ഹൈക്കോടതി വിധി റദ്ദാക്കി. പ്രതി കുറ്റക്കാരനാണെന്ന വിധി പുനഃസ്ഥാപിച്ചു. ശിക്ഷ നടപ്പാക്കും മുൻപ് അതിജീവിതയുടെ ഭാഗം കേൾക്കാൻ വസ്തുതാ പരിശോധനാ സംഘത്തെ നിയോഗിച്ചു. സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഭരണഘടനയുടെ 142-ാം അനുച്ഛേദ പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് ശിക്ഷ നടപ്പാക്കേണ്ട എന്ന് സുപ്രീംകോടതി വിധിച്ചത്. പ്രതിയുടേത് കുറ്റകൃത്യമാണെങ്കിലും അതിജീവിത അതിനെ കുറ്റകൃത്യമായി കാണുന്നില്ല എന്നതും കേസിന്റെ പേരിൽ സമൂഹത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ട അതിജീവിതയുടെ ഭാവി കണക്കിലെടുത്തുമാണ് വിധി. ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക, ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചുകുട്ടികൾക്ക് മിഠായിയും ഐസ്ക്രീമും നൽകുന്നവരോട് അവർക്കൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ്. ആരെങ്കിലും മിഠായി നൽകാമെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരുപക്ഷെ കൂടെ പോകുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ അപരിചിതരായവരോ അയൽവാസികളോ വിളിച്ചാൽ അവർക്കൊപ്പം പോകരുതെന്ന് മക്കളെ ചെറുപ്പം മുതൽ പറഞ്ഞു മനസ്സിലാക്കണം. കൊല്ലം അഞ്ചലിൽ മിഠായി നൽകാമെന്ന് പറഞ്ഞ് 5 വയസ്സുകാരനെ പീഡനത്തിനിരയാക്കിയത് അയൽവാസിയാണ്. കേസിൽ ആയിരനെല്ലൂർ സ്വദേശി ചന്ദ്രശേഖരനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 21-ാം തീയതി ഉച്ചയോടെയായിരുന്നു സംഭവം. ആയിരനെല്ലൂർ സ്വദേശി ചന്ദ്രശേഖരനാണ് 5 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. മിഠായി നൽകാമെന്ന് പറഞ്ഞ് പ്രതി താമസിക്കുന്നിടത്തേക്ക് കുട്ടിയെ വിളിച്ചു വരുത്തുകയും പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മയോട് കുട്ടി പീഡന വിവരം പറഞ്ഞു. ഇവർ ഉടൻ തന്നെ എരൂർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ചന്ദ്രശേഖരനെ പിടികൂടിയത്. ഏരൂർ സിഐ പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. നീ എന്ന് ചാകും, നീ ഒഴിഞ്ഞാലേ അവളെ എനിക്ക് കല്യാണം കഴിക്കാനാകൂ. കാമുകന്റെ ഈ സന്ദേശം IB ഉദ്യോഗസ്ഥയായ യുവതിയെ മാനസികമായി വല്ലാതെ തളർത്തി കാണണം. ടെലിഗ്രാമിലെ ചാറ്റിന് പിന്നാലെയാണ് യുവതി ജീവനൊടുക്കിയത്. പ്രതി സുഗാന്തിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള പ്രധാന തെളിവാണ് ഈ ചാറ്റ്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ നിർണായക തെളിവായ സന്ദേശം അന്വേഷണ സംഘം കണ്ടെത്തി. യുവതിയോട് ആത്മഹത്യാ തീയതി മുൻകൂട്ടി ചോദിക്കുകയും ഓഗസ്റ്റ് 9-ന് മരിക്കുമെന്ന് യുവതി മറുപടി നൽകുന്നതും ചാറ്റിലുണ്ട്. തെളിവുകൾ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക വിവരങ്ങൾ വീണ്ടെടുത്തിരിക്കുകയാണ് പോലീസ്. യുവതിയുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന സുഗാന്ത് സുരേഷുമായി ടെലിഗ്രാമിൽ നടത്തിയ ചാറ്റാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത്. യുവതിയെ വേണ്ടെന്നും മറ്റൊരു യുവതിയെ വിവാഹം ചെയ്യാനാണ് താൽപര്യമെന്നുമാണ് ചാറ്റിൽ. അതിനായി യുവതി മരിക്കണമെന്നും ഇയാൾ പറയുന്നു. എന്ന് മരിക്കുമെന്ന ചോദ്യത്തിന് ഓഗസ്റ്റ് 9 യുവതി മറുപടി നൽകി. എന്നാൽ ഈ തീയതിക്ക് മുന്നേ യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. ഫെബ്രുവരി 9 നടന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഫോൺ വാങ്ങിയാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. ഐഫോണിൽ ടെലിഗ്രാം ചാറ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും ആപ്പ് റിമൂവ് ചെയ്തിരുന്നില്ല. ഈ ചാറ്റാണ് സുഗാന്തിന് കുരുക്കായത്. ആത്മഹത്യാ പ്രേരണയ്ക്ക് ശക്തമായ തെളിവാണ് പ്രതിക്കെതിരെയുള്ളതെന്ന് അന്വേഷണ സംഘം പറയുന്നു. അതേസമയം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയാനിരിക്കുകയാണ്. സുഗാന്തിനെതിരായ തെളിവുകൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിലും സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കർണാടകയിലെ ഹാവേരിയിൽ പതിവില്ലാത്തൊരു ആഹ്ലാദ പ്രകടനം.
കാറുകളുടെയും ബൈക്കുകളുടെയും അകമ്പടിയിൽ ഒരു സംഘം യുവാക്കൾ നഗരം കീഴടക്കിയ നിമിഷങ്ങൾ. വലിയ ആൾക്കൂട്ടത്തിനൊപ്പം വരുന്നത് ഒരു രാഷ്ട്രീയ നേതാവോ സെലിബ്രിറ്റിയോ അല്ല. കൂട്ടബലാത്സംഗ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ സുഹൃത്തുക്കൾ വരവേൽക്കുന്ന കാഴ്ചയാണത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. 1.5 വർഷം മുൻപ് ഹാവേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ റിമാൻഡിലായിരുന്ന 7 പ്രതികളാണ് കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ചിരിച്ചാഹ്ലാദിച്ചും വിജയചിഹ്നങ്ങൾ കാണിച്ചും ആഘോഷ പ്രകടനം. അകമ്പടി സേവിക്കാൻ ബൈക്കുകളും കാറുകളും. കണ്ടാൽ എന്തോ വലിയ നേട്ടം കൈവരിച്ചവരാണെന്ന് തോന്നും. എന്നാൽ എല്ലാവരും കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളാണ്. കർണാടകയിലെ ഹാവേരിയിൽ അഖ്യാലൂർ പട്ടണത്തിലായിരുന്നു വേറിട്ട ഈ ആഘോഷ പ്രകടനം. 26-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളാണ് നിയമത്തെ പരിഹസിക്കുന്ന തരത്തിൽ ആഘോഷ പ്രകടനം നടത്തിയത്. അഫ്താബ് ചന്ദനക്കട്ടി, മദാർ സാബ് മന്ദാക്കി, സമീവുള്ള ലാലൻവാർ, മുഹമ്മദ് സാദിഖ്, ഷോയബ് മുല്ല, തൗസീബ് ഛോട്ടി, റിയാസ് സാവിക്കേരി എന്നിവരാണ് കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങിയത്. 2024 ജനുവരി 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഹാവേരിയിലെ ഹോട്ടലിൽ മുറിയെടുത്ത വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട യുവതിയെയും യുവാവിനെയും പ്രതികൾ ആദ്യം ആക്രമിക്കുകയായിരുന്നു. ഹോട്ടൽ മുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘം ഇരുവരെയും മർദ്ദിച്ചു. തുടർന്ന് യുവതിയെ സമീപത്തെ വനമേഖലയിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. സദാചാര ഗുണ്ടായുസത്തിനാണ് ആദ്യം പോലീസ് കേസെടുത്തത്. യുവതി മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയതോടെയാണ് ബലാത്സംഗം പുറത്തറിഞ്ഞത്. ഇതോടെ പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗത്തിനും കേസെടുത്തു. ആകെ 19 പ്രതികളെയാണ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ 12 പേർ 10 മാസം മുൻപ് ജാമ്യത്തിലിറങ്ങി. ഇതിനു പിന്നാലെയാണ് മുഖ്യപ്രതികളായ ബാക്കി 7 പ്രതികൾക്കും ഹാവേരി സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ യുവതി പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾക്കിടെ ഇരയ്ക്ക് പ്രതികളെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇതാണ് പ്രോസിക്യൂഷൻ വാദം ദുർബലമാകാനും പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനും ഇടയാക്കിയത്. ന്യൂസ് 18 ബംഗളൂരു. കേഡൽ ജീൻസൺ രാജയ്ക്ക് ശേഷം കേരളം ഏറ്റവും ഭീതിയോടെ കേട്ട പേരാണ് അഫാൻ. രക്തബന്ധം പോലും മറന്ന് ഉറ്റവരെ ഇല്ലാതാക്കിയ ക്രൂര മനസ്സിൻ്റെ ഉടമ. ഈ വർഷം ഫെബ്രുവരി 24-നാണ് നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ സംഭവം നടന്നിട്ട് 3 മാസം പൂർത്തിയാകും. കൊലപാതകത്തിൻ്റെ കാരണം സംബന്ധിച്ച് ചില അവ്യക്തതകളുണ്ടെങ്കിലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പോലീസ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ആറു മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകം, അതും ഉറ്റ ബന്ധുക്കളും കാമുകിയും അടക്കമുള്ളവർ. അതിക്രൂരമായ ആക്രമണത്തിനിരയായ അമ്മ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പ്രതിക്കാകട്ടെ വെറും 23 വയസ്സു മാത്രം. ഈ വർഷം ഫെബ്രുവരി 24-നായിരുന്നു കേരളത്തെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊല. 5 പേരെയും വെട്ടിയും ചുറ്റിയേക്കടിച്ചുമാണ് പ്രതി അഫാൻ കൊന്നത്. 3 വീടുകളിലായിട്ടായിരുന്നു 5 കൊലപാതകങ്ങൾ. സഹോദരൻ 13 വയസ്സുള്ള അഫ്സാൻ, പിതൃമാതാവ് സൽമ ബീവി, പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ സജിദ ബീവി, കാമുകി വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശി ഫർസാന എന്നിവരെയാണ് കയ്യറപ്പില്ലാതെ അഫാൻ വകവരുത്തിയത്. അഫാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഷെമി ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് സുഖം പ്രാപിച്ചത്. കൂട്ടക്കൊലക്കേസിൽ ആദ്യ കുറ്റപത്രമാണ് പാങ്ങോട് CI ജിനേഷ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ൽ സമർപ്പിച്ചത്. അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി 89-ാം ദിവസമാണ് ആദ്യ കുറ്റപത്രം. 120 സാക്ഷികളും 40 തൊണ്ടിമുതലുകളും 450 പേജുള്ള കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതകൾക്ക് പിന്നാലെ പണയം വയ്ക്കാൻ സ്വർണ്ണമാല കൊടുക്കാത്തതിന് സൽമ ബീവിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു.
കൊലപാതകത്തിന് കാരണമായത് കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിലുള്ള ദേഷ്യവുമാണ്. ആകെ 48 ലക്ഷം രൂപയോളമാണ് അഫാനും കുടുംബത്തിനും ബാധ്യതയുണ്ടായിരുന്നത്. 15 പേരിൽ നിന്നായി 16 ലക്ഷം രൂപയാണ് കടം വാങ്ങിയിരുന്നത്. കടം വീട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതൃമാതാവായ സൽമാ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം ചിതറയിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്ന യുവാവിനെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസാണ് പോലീസ് പട്രോളിംഗ് പരിശോധിക്കുന്നത്. ചിതറ സ്വദേശി രാജേഷിനെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിലിന് താഴെയായി രക്തം തളം കെട്ടി കിടന്നിരുന്നു. സംഭവം കൊലപാതകമെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് പോലീസ്. കുട്ടിയെ ഉപദ്രവിച്ച കേസിൽ പ്രതിയായ രാജേഷ് ജാമ്യത്തിലിറങ്ങി ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം രാജേഷിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. നിലത്ത് ചോര തളം കെട്ടിക്കിടന്നിരുന്നു. രാജേഷ് കുട്ടിയെ ഉപദ്രവിച്ച കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്നു. ഇതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതോടെ ഇയാൾ ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത്. അമിത മദ്യപാനമാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു. രക്തം ഛർദ്ദിച്ചതാണോ എന്നും സംശയിക്കുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ചിതറ പോലീസാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മളിൽ പലരും ഇക്കാലത്ത് കടയിൽ പോയി ഒരു ചെറിയ സാധനം വാങ്ങിയാലും ഗൂഗിൾ പേ വഴിയാണ് പണം കൊടുക്കാറുള്ളത്, അല്ലേ? ഈ പണം കട ഉടമയുടെ അക്കൗണ്ടിലെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ജീവനക്കാർക്ക് ഒരു തിരിമറിയും നടത്താൻ സാധിക്കില്ല. എന്നാൽ ഇടുക്കി കട്ടപ്പനയിലെ ഒരു ടയർ കടയിൽ ജീവനക്കാരി നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് അറിയണം. സ്ഥാപനത്തിലെ QR കോഡിന് പകരം സ്വന്തം അക്കൗണ്ടിൻ്റെ QR കോഡ് വെച്ചാണ് യുവതി 11 ലക്ഷത്തോളം രൂപ അപഹരിച്ചത്. കേസിൽ കട്ടപ്പന സ്വദേശിനി ശാലിനി മോഹൻ നായരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ബേസിൽ ടയേഴ്സിലാണ് തട്ടിപ്പ് നടന്നത്. സ്ഥാപനത്തിലെ ബില്ലിംഗ് ആൻഡ് അക്കൗണ്ട് സെക്ഷനിൽ ജോലി ചെയ്തിരുന്ന കട്ടപ്പന അമ്പലക്കവല സ്വദേശി വെള്ളൂക്കര വീട്ടിൽ ശാലിനി മോഹൻ നായരാണ് തട്ടിപ്പ് നടത്തിയത്. സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പണമടയ്ക്കാനായി സ്കാൻ ചെയ്യാൻ വെച്ചിരുന്ന QR കോഡിന് പകരം ഇവർ സ്വന്തം അക്കൗണ്ടിന്റെ QR കോഡ് വെച്ചാണ് പണം അപഹരിച്ചത്. ആകെ 11,23,000-ലധികം രൂപ പലപ്പോഴായി സ്ഥാപനത്തിന് നഷ്ടമായി. ഇത്തവണ ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. ഈ ഇയറിംഗിലെ ഓഡിറ്റിലാണ് പരിപൂർണമായിട്ടും എന്തുമാത്രം തുക എടുത്തു മാറ്റപ്പെട്ടു എന്ന് കമ്പനിക്ക് മനസ്സിലായി. അന്നേരം തന്നെ അതനുസരിച്ചിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും അവരുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുകയുണ്ടായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഡോക്യുമെന്റുകളും കമ്പനിയുടെ ഭാഗത്തുനിന്ന് കിട്ടാവുന്ന തരത്തിലുള്ള എവിഡൻസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തട്ടിപ്പ് നടന്നത് ഇങ്ങനെയാണ്. ആ സ്ഥാപനത്തിലേക്ക് നമ്മുടെ ഇവിടെ ആൾക്കാർ ടയറുകൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്നു. ടയർ വാങ്ങിക്കുന്നു, അവർക്ക് കൃത്യമായ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം പേയ്മെൻറ്റിൻ്റെ സമയം വരുമ്പോൾ ശാലിനിയുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ശാലിനി പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു. അതിനുശേഷം ശാലിനി തന്നെയാണ് അവിടെ അക്കൗണ്ട് കീപ്പ് ചെയ്തിരുന്നത്. ആ ബുക്ക് ലെഡ്ജറിൽ ടു ബാങ്ക് എന്ന നിലയിൽ എഴുതി വെക്കുകയും ആ പൈസ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാനേജർ റോയി ഇത് ഡെയിലി ചെക്ക് ചെയ്യുകയും ഇത് ബാങ്കിലേക്ക് പോയി എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ മാനേജ്മെന്റ് നൽകിയ പരാതിയെ തുടർന്നാണ് കട്ടപ്പന പോലീസ് ശാലിനിയെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായാണ് വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി.
വീട്ടുകാർ കുറച്ച് ദിവസത്തേക്ക് വിനോദയാത്രയ്ക്കോ മറ്റോ പുറത്തു പോകുമ്പോൾ പണവും സ്വർണവും വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് പോലീസിൻ്റെ നിർദ്ദേശമുള്ളതാണ്. ഇനി പുറത്തു പോയാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അവരുടെ ഒരു നിരീക്ഷണമുണ്ടാകും. എന്നാൽ തിരുവനന്തപുരം ശ്രീകാര്യത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് 15 പവനും 4 ലക്ഷം രൂപയും മോഷണം പോയി. കേരള സർവകലാശാല മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറിൻ്റെ വീട്ടിലാണ് കള്ളൻ കയറിയത്. കേരള സർവകലാശാല മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറിന്റെ കരിയത്തുള്ള ആഞ്ജനേയം എന്ന വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ 4 ദിവസമായി വീട്ടിലാളില്ലായിരുന്നു. മലേഷ്യയിലേക്ക് യാത്ര പോയിരുന്ന അനിൽകുമാർ രാവിലെ തിരികെ എത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. അനിൽകുമാറിന്റെ ഭാര്യ വെള്ളായണിയിലുള്ള കുടുംബ വീട്ടിലായിരുന്ന സമയത്താണ് മോഷണം. വീടിനുള്ളിലെ മുഴുവൻ വാതിലുകളുടെയും പൂട്ട് കുത്തിത്തുറന്ന നിലയിലാണ്. 15 പവനും 4 ലക്ഷം രൂപയും മോഷണം പോയതായി ശ്രീകാര്യം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ ഒരു വീട്ടിലും മോഷണശ്രമം നടന്നതായി നാട്ടുകാർ പറയുന്നു. ഇതിനു സമീപം നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്നും കമ്പിപ്പാര കാണാതെ പോയിട്ടുണ്ട്. ഇതുപയോഗിച്ചാണ് വീടിന്റെ വാതിൽ പൊളിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ശ്രീകാര്യം. ED കേസ് ഒതുക്കി തീർക്കാൻ 30 ലക്ഷം രൂപ അഡ്വാൻസായി നൽകണം. പണം കിട്ടിയാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ വിജിലൻസിന്റെ പിടിയിലായ ഇടനിലക്കാരൻ പരാതിക്കാരനോട് പറഞ്ഞ കാര്യമാണിത്. രണ്ടാം പ്രതി വിൽസൺ വർഗീസും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് വിജിലൻസ് SP പ്രതികരിച്ചു. അതിനിടെ കേസിലെ ഒന്നാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പരാതിക്കാരനായ അനീഷിന് ED സമൻസ് അയച്ചതിന് പിന്നാലെയുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. 30 ലക്ഷം നൽകിയാൽ പിന്നെ EDയിൽ നിന്നും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ലെന്നും താൻ മറിച്ചു പറഞ്ഞാൽ അവർ താങ്കളെ പൂട്ടിക്കളയുമെന്നും വിൽസൺ പറയുന്നുണ്ട്. പല കേസുകളിലും താൻ EDക്ക് വേണ്ടി ഇടനിലക്കാരനായിട്ടുണ്ടെന്നും ആദായ വകുപ്പുമായി തനിക്ക് നല്ല ബന്ധമാണെന്നും വിൽസൺ പറയുന്നുണ്ട്. അവരുടെ ആസ്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. അപ്പൊ നമ്മൾക്ക് ഇത് എന്തോ ഒരു ഓഫർ ഇടാൻ പറ്റും. നിങ്ങൾക്ക് പറ്റണ ഒരു ഓഫർ ഒരു 10-30 ലക്ഷം ടോക്കൺ അറേഞ്ച് ചെയ്യും. നിങ്ങളുടെ EDയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് നോട്ട് ഇത് ഇവിടെ വെക്കും. EDന്ന് പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നോട്ട് ചെയ്ത് ഇവിടെ വെക്കുള്ളൂ. നമ്മള് പേയ്മെന്റ് കൊടുത്ത് ഇവരെ വീണ്ടും നമ്മളെ തന്നെ വിളിക്കില്ലല്ലോ. തീർച്ചയായിട്ടും വിളിക്കില്ല. പിന്നെ വിളിക്കുന്നത് ഞാനായിരിക്കും വിളിച്ച കാര്യങ്ങൾ. എനിക്ക് അതിനകത്തൊരു ഈഗോ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ പൂട്ടിക്കളെ വരും. അത്രയും പിണറായി വിജയന്റെ മോളെയും പാർട്ണറെയും വരെയിട്ട് മുട്ടുകുത്തിക്കണം. എന്നാൽ പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വിജിലൻസ് SP. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയായി കാണുന്നില്ല. ശ്രദ്ധാപൂർവ്വം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അഴിമതിക്കെതിരെ ഉള്ള സന്ധിയില്ലാത്ത സമരമാണ്. അതിലിപ്പോൾ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ, ഈ പറയുന്ന പരാതിയിൽ പ്രിലിമിനറി ആയിട്ട് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് വാസ്തവങ്ങളൊന്നും ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇന്നലെ ജാമ്യം ലഭിച്ച രണ്ടാം പ്രതി വിൽസൺ, മൂന്നാം പ്രതി മുകേഷ്, നാലാം പ്രതി രഞ്ജിത്ത് വാര്യർ എന്നിവർ ചോദ്യം ചെയ്യലിന് വിജിലൻസ് ഓഫീസിൽ ഹാജരായി. അതേസമയം കേസിലെ ഒന്നാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. താൻ നിരപരാധിയാണെന്നും കേസിൽ പ്രതി ചേർത്തത് ദുരുദ്ദേശത്തോടെയാണെന്നും ഹർജിയിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കപട ദേശീയവാദിയെന്ന് വിമർശിച്ചുള്ള പാട്ടിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് റാപ്പർ വേടൻ. പ്രധാനമന്ത്രിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് വേടനെതിരെ NIAയ്ക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പരാതി. പാലക്കാട് നഗരസഭാ കൗൺസിലറും BJP നേതാവുമായ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത്.
ഇതോടെ വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന വേടൻ്റെ ആദ്യ പാട്ട് വീണ്ടും ചർച്ചയാവുകയാണ്. വർഷം മുൻപ് പുറത്തിറങ്ങിയ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന വേടന്റെ ആദ്യ പാട്ടിലാണ് മോദിയെ ആക്ഷേപിച്ചത്. രാജ്യം ഭരിക്കുന്നയാൾ കപട ദേശീയവാദിയാണെന്ന് പാട്ടിൽ വരികളുണ്ടായിരുന്നു. സ്റ്റേജ് പരിപാടിക്കിടെ വേടൻ വരികൾക്കിടയിൽ മോദി എന്ന് പറഞ്ഞിരുന്നു. ഇത് പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിലാണെന്ന് പാലക്കാട് നഗരസഭാ കൗൺസിലറും BJP നേതാവുമായ മിനി കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ പറയുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും NIA-ക്കും നൽകിയ പരാതിയിലെ ആവശ്യം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ കപട ദേശവാദി എന്നാണ് റാപ്പ് സംഗീതത്തിൽ ആലപിച്ചുകൊണ്ടിരിക്കെ വേടൻ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മീതിയായി ഇത്തരത്തിലുള്ള ഒരു സംഗീത നിശ ഇത് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇത് ഒരു കലാകാരന് എന്ന നിലയിൽ അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന അത്രയധികം ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പാകെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വൈകിയാണിത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിലും അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നമ്മൾ ആഭ്യന്തര മന്ത്രാലയത്തിനും NIA-ക്കും പരാതി കൊടുക്കുകയുണ്ടായി. അതെന്ന് വെച്ചാൽ അതിൻ്റെ പശ്ചാത്തലം എന്തായാലും അംഗീകരിക്കണം. ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ പുറത്തു വരുന്നുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നടത്തേണ്ട ഒരു ആവശ്യകതയുമില്ല. ഇന്ന് അടിമത്ത വ്യവസ്ഥിതിയൊന്നുമില്ല. വേടന്റെ അമ്മ ശ്രീലങ്കക്കാരിയാണെന്ന കാര്യവും പരാതിയിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. വേടന്റെ വരികളിൽ ഹിന്ദു വിഭാഗത്തിലെ ജാതികളെക്കുറിച്ച് വിദ്വേഷപരമായി പരാമർശിക്കുന്നു. പൊതുവ്യക്തികളെ അപകീർത്തിപ്പെടുത്തൽ, ജാതി, മതം, ഭാഷ, പ്രദേശം എന്നിവ വെച്ച് വിദ്വേഷം പ്രചരിപ്പിക്കൽ, ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വേടനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് മിനി പരാതിയിലൂടെ ആവശ്യപ്പെടുന്നത്. വേടന്റെ പശ്ചാത്തലം എന്താണെന്ന് അന്വേഷിക്കണമെന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വേടൻ ഭിന്നിപ്പിക്കുകയാണെന്നും മിനി പരാതിയിൽ പറയുന്നു. കലാകാരൻ ഇൻഫ്ലുവൻസറാണ്. സമൂഹത്തെ സ്വാധീനിക്കാൻ കലാകാരന് കഴിയും. ലക്ഷക്കണക്കിന് പേർ പാട്ട് ആസ്വദിക്കുമ്പോൾ പ്രധാനമന്ത്രിയെ മോശക്കാരനാക്കുക, ദേശവിരുദ്ധനാക്കുക, ജാതിയെ വിഭജിച്ച് പരസ്പരം കലഹിക്കുന്ന തരത്തിൽ സന്ദേശം നൽകുക എന്നിവയൊന്നും ശരിയായ രീതിയല്ല. എല്ലാ ജാതി വ്യവസ്ഥകൾക്കും അർഹിക്കുന്ന പരിഗണന നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ജാതീയമായ വേർതിരിവുണ്ടാക്കുന്നത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണെങ്കിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും മിനി പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. അങ്ങോട്ട് ചൊറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കിട്ടുന്നത്. ചൊറിച്ചിലിന് തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. പഹൽഗാം ഭീകരാക്രമണത്തെ ഇങ്ങനെ ന്യായീകരിക്കുന്നവനെ ഒരു ഇന്ത്യക്കാരനായി കാണാൻ കഴിയുമോ? ഇൻസ്റ്റഗ്രാമിലൂടെ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച യുവാവ് മലയാളിയാണ്, മലപ്പുറം സ്വദേശിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ സംസ്കാര ചടങ്ങിൻ്റെ വീഡിയോയ്ക്ക് താഴെ രാജ്യവിരുദ്ധ കമന്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ഏർനാട് സ്വദേശി മുഹമ്മദ് നസീമാണ് പിടിയിലായത്. ഇടുക്കി സ്വദേശി നൽകിയ പരാതി പ്രകാരമാണ് പോലീസിന്റെ നടപടി. ഇൻസ്റ്റഗ്രാമിലൂടെ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച ഏറനാട് കാരക്കുന്ന് സ്വദേശി മുഹമ്മദ് നസീമിനെ ഇടുക്കി സൈബർ പോലീസ് മലപ്പുറത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സംസ്കാര ചടങ്ങിന്റെ വീഡിയോയ്ക്ക് താഴെ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച് മോശമായി അഭിപ്രായ പ്രകടനം നടത്തിയ കുറ്റത്തിനാണ് അറസ്റ്റ്. ഇടുക്കി സ്വദേശി നൽകിയ പരാതി പ്രകാരമാണ് പോലീസിന്റെ നടപടി. പഹൽഗാമിന് ശേഷം ദേശവിരുദ്ധതയാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. ഇന്ത്യൻ സൈന്യം പാവങ്ങളെ കൊല്ലുന്നുവെന്ന് പോലും വ്യാജ പ്രചാരണം നടന്നു. ഇസ്രായേലിലെ ക്രൂരതയ്ക്ക് മുകളിലാണ് ഇതെല്ലാമെന്നും വിവരിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത്. തുടർന്ന് തെളിവുകൾ വിലയിരുത്തിയാണ് പോലീസ് അറസ്റ്റിലേക്ക് കടന്നത്. ജനങ്ങളെ മതം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനും ശത്രുത പടർത്താനും ശ്രമിച്ചുവെന്നാണ് FIR. ഏപ്രിൽ 24-നും 26-നും സോഷ്യൽ മീഡിയയിൽ വന്ന ചില വിവാദ കമന്റുകളാണ് കേസിലേക്ക് നയിച്ചത്. അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കിട്ടിയതെന്നും ചൊറിച്ചിലിന് തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ച് ആഘോഷിക്കൂ എന്നുമുള്ള കമന്റാണ് കൂടുതൽ വിനയായത്. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തിയാണ് പിടിയിലായ മുഹമ്മദ് നസീം. ഇടവണ്ണയിലെ സൈക്കോളജി ക്ലിനിക്കിൽ സൈക്കോളജിസ്റ്റാണ് ഇയാൾ.
നിരവധി തീവ്രവാദ അനുകൂല കമന്റുകൾ ഇയാൾ മുൻപും ഇട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിനെയും മാറാടിനെയും വരെ കൂട്ടുപിടിച്ചുള്ള ഭീകരതയാണ് ഇയാൾ പ്രചരിപ്പിച്ചു വരുന്നതെന്ന് പോലീസ് പറയുന്നു. യുവമോർച്ച പ്രവർത്തകൻ അഭിജിത്ത് ജിജി നൽകിയ പരാതിയിലാണ് നസീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാരതീയ നിയമസംഹിതയിലെയും കേരള പോലീസ് ആക്ടിലെയും വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 ഇടുക്കി. ലഹരിക്കെതിരെ നടപടികൾ കടുപ്പിച്ചിട്ടും സംസ്ഥാനത്തേക്ക് കഞ്ചാവും സിന്തറ്റിക് ഡ്രഗുകളും എത്തുന്നത് യഥേഷ്ടം തുടരുകയാണ്. തിരുവനന്തപുരം ആര്യനാട് കഞ്ചാവുമായി സഹോദരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി അടിമാലിയിൽ 2 കിലോയോളം കഞ്ചാവുമായി 19-കാരൻ നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ പിടിയിലായി. പാലക്കാട് പട്ടാമ്പിയിൽ മെത്താഫിറ്റമിനുമായി കൊടലൂർ സ്വദേശിയായ യുവാവാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിലാണ് ആര്യനാട് കഞ്ചാവുമായി സഹോദരങ്ങൾ പിടിയിലായത്. ആര്യനാട് സ്വദേശികളായ മിഥുൻ, നിധിൻ എന്നിവരെയാണ് വീട്ടിൽ നിന്ന് പിടിച്ചത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഡാൻസ് ഓഫ് ടീമിന്റെ സഹായത്തോടെയാണ് ആര്യനാട് പോലീസ് പ്രതികളെ പിടികൂടിയത്. രണ്ട് കിലോയോളം കഞ്ചാവുമായാണ് 19-കാരനെ ഇടുക്കി അടിമാലിയിൽ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ഇടുക്കി പാറത്തോട് മേഖലയിൽ നടത്തിയ പരിശോധനയിൽ തെള്ളിത്തോട് സ്വദേശി ജോൺ ഫീഡിനിലാണ് പിടിയിലായത്. പാറത്തോട്ടിൽ ഇപ്പോൾ താമസിച്ചു വരുന്ന വീട്ടിൽ നിന്നാണ് ജോൺ ഫീ അറസ്റ്റ് ചെയ്തത്. ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി ബംഗളൂരുവിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചിരുന്നതെന്ന് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കമ്പിളികണ്ടം പാറത്തോട് കരയിൽ നടത്തിയ പരിശോധനയിലാണ് 1 കിലോ 965 ഗ്രാം കഞ്ചാവുമായിട്ട് തെള്ളിത്തോട് സ്വദേശി ജോൺ ഫീഡിനിൽ എന്നയാൾ അറസ്റ്റിലാവുന്നത്. ഇയാളിൽ നിന്ന് 1 കിലോ 965 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച് ഇവിടെ പാറത്തോട് ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമാകുന്നത്. കൂടുതൽ അന്വേഷണം നടത്തി വരുന്നതാണ്. മെത്താഫിറ്റമിനുമായി കൊടലൂർ സ്വദേശിയായ യുവാവാണ് പട്ടാമ്പിയിൽ പിടിയിലായത്. പതിയിൽ വീട്ടിൽ മുഹമ്മദ് അൻസാരിയെയാണ് പോലീസ് പിടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ഉമിക്കുന്നിൽ നടത്തിയ പട്രോളിംഗിനിടെയാണ് ഇയാൾ മെത്താഫിറ്റാമിനുമായി പിടിയിലായത്. 3.5 ഗ്രാം മെത്താഫിറ്റാമിൻ പ്രതിയിൽ നിന്ന് കണ്ടെത്തി. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നമ്മളെ വാക്കുകൊണ്ട് മുറിപ്പെടുത്തിയ ഒട്ടേറെ മനുഷ്യരുണ്ടാകുമല്ലേ? അറിയാതെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ടുണ്ടാകാം. ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ പറഞ്ഞ വാക്കുകളിൽ ബന്ധങ്ങൾ പോലും മുറിഞ്ഞിട്ടുണ്ട്. കാരണം വാക്കിന് വാളിനേക്കാൾ മൂർച്ചയാണ്. ആയുധം കൊണ്ടേറ്റ മുറിവ് കാലാന്തരങ്ങളിൽ ഉണങ്ങാം. എന്നാൽ വാക്കുകൊണ്ടുള്ള മുറിവ് അത്ര വേഗം ഉണങ്ങില്ലെന്നേ. നമ്മളേറെ സ്നേഹിക്കുന്നവരിൽ നിന്നും വേദന ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തളർന്നു പോകാറുണ്ട്. ബന്ധങ്ങൾ സുദൃഢമായി മുന്നോട്ട് പോകാൻ സ്നേഹത്തോടെ സംസാരിക്കുന്നേ. നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുകയല്ല, അവർക്ക് പ്രതീക്ഷ നൽകുകയാണ് വേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.